പണ്ട് ഒരു വയസ്സായ കുതിര വർഷങ്ങളോളം ഒരു കർഷകന് വേണ്ടി ഭാരം ചുമക്കുന്ന ജോലി ചെയ്തിരുന്നു. അതിന്റെ ശക്തി കുറഞ്ഞു വന്നപ്പോൾ കർഷകന് അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. തന്റെ യജമാനന് ഇഷ്ടമല്ലെന്ന് കുതിരയ്ക്ക് അറിയാമായിരുന്നു. തനിക്ക് ഇപ്പോഴും വേട്ടയാടാനുള്ള കഴിവുണ്ടെന്ന് അത് കർഷകനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. വർഷങ്ങളോളം കുതിര ചെയ്ത സഹായത്തിന്റെ പ്രതിഫലമായി അതിനെ സ്വതന്ത്രനാക്കി. കാട്ടിലെത്തിയ കുതിര പുല്ല് തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരു വലിയ മരത്തിന്റെ താഴെ ഒരു ഗുഹ കണ്ടത്. അവിടെ എന്തോ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും കുതിര ഗുഹയുടെ കവാടത്തിന്റെ കുറുകെ കിടന്ന് അവരെ തടസ്സപ്പെടുത്തി. അതിന്റെ ഉള്ളിൽ താമസിച്ചിരുന്ന ഒരു കുറുക്കൻ പുറത്തെന്തോ തടസ്സം കണ്ട് മൂത്ത മകനെ പുറത്തേക്ക് എന്താണെന്ന് അന്വേഷിക്കാൻ അയച്ചപ്പോൾ കുതിരയുടെ വെള്ള മുടി കണ്ട് അത് മഞ്ഞ് പെയ്യുന്നതാണെന്ന് അമ്മയോട് പോയി പറഞ്ഞു കൊടുത്തു കുട്ടിക്കുറുക്കൻ. വേനൽക്കാലത്ത് എവിടെ നിന്നാണ് മഞ്ഞ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ മകനെ അയച്ചു. പക്ഷെ അവനും ഇത് തന്നെ പറഞ്ഞു. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് കുറുക്കൻ സ്വയം അന്വേഷിക്കാൻ പോയി. വെള്ള കളർ കണ്ടിട്ട് മനസ്സിലാകാത്ത കുറുക്കൻ ഗുഹയിൽ ഒരു ഓട്ടയുണ്ടാക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ദേ കുതിര കിടക്കുന്നത് കണ്ടു. കുതിരയെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കുതിര പോയില്ല. അത് ദിവസങ്ങളോളം പട്ടിണി കിടന്ന ഒരു ചെന്നായിയെ വിളിച്ചുകൊണ്ട് വന്നു. ചെന്നായിയും കുറേ ഉന്തി നോക്കിയെങ്കിലും കുതിര പോയില്ല. അവസാനം അവരൊരു തീരുമാനമെടുത്തു. ചെന്നായിയുടെ വാലും കുതിരയുടെ വാലും കൂടി കൂട്ടിക്കെട്ടി ചെന്നായെ വലിച്ചാൽ കുതിരയെ പുറത്തേക്കാക്കാമെന്ന്. പക്ഷെ അത് കെട്ടുമ്പോൾ കുതിര എണീറ്റ് അവിടെ നിന്ന് കർഷകന്റെ വീട്ടിലേക്ക് ഒറ്റ ഓട്ടം ഓടി. ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന കർഷകന് നിലത്ത് കിടക്കുന്ന ചെന്നായയെ കണ്ടു. കർഷകന് കുതിരയൊക്കെയുള്ള സ്നേഹം കണ്ട് സന്തോഷിച്ച് അവസാനം കർഷകന് ചെന്നായയെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണമാക്കി. ആ പണം കൊണ്ട് പുതിയ കുതിരയെ വാങ്ങി 2 കുതിരകളെയും വളർത്തി.